ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിമാർ മറ്റ് നേതാക്കളെല്ലാം തന്നെ ഏതാണ്ട് സംയമനം പാലിക്കുന്നൊരവസ്ഥയാണ്. എന്നാൽ ഇപ്പോൾ വലിയ സ്വരം മാറ്റമാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതായത് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറയുകയാണ്, ഞങ്ങൾ ഇന്ത്യയുമായി സമാധാനത്തിനും തയ്യാറാണ്, യുദ്ധത്തിനും തയ്യാറാണ്. We are ready to talk for the sake of peace on water issue. കാരണം രണ്ട് അയൽ രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും നല്ലതാണ്. ആ രാജ്യങ്ങളുടെ വികസനത്തിന്, പ്രാദേശികമായ സമൃദ്ധിക്ക് ഒക്കെ നല്ലതാണ്. ഇനി അതല്ല, ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്കെതിരെ ആക്രമണത്തിനാണ് വരുന്നതെങ്കിൽ ഞങ്ങൾ മുമ്പ് ചെയ്ത പോലെയുള്ള പ്രവൃത്തികൾ ആവർത്തിക്കും. But if they choose to remain aggressor, then we shall defend our territory and our country. ശക്തമായ ആക്രമണം നടത്തും ഞങ്ങളുടെ പ്രദേശങ്ങൾ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം 3-4 ദിവസം ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതിനെയെല്ലാം തകർത്തെറിഞ്ഞുവെന്ന് മാത്രമല്ല, അവിടേക്ക് ശക്തമായ ആക്രമണം നടത്തുകയും ചെയ്തു. ഇത്തരത്തിലുള്ള നിലപാട് ഞങ്ങൾ വീണ്ടും സ്വീകരിക്കും. ഇതാണ് ഷഹബാസ് ഷെരീഫ് പറയുന്നത്. അപ്പോൾ ഇത്രയും ദിവസത്തിന് ശേഷമുണ്ടായ സ്വരം മാറ്റത്തെ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് ഇന്ത്യ കാണുന്നത്. ഈ ഷഹബാസ് ഷെരീഫ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. കാരണം ഇരു രാജ്യങ്ങളും തമ്മിൽ കാശ്മീരുമായി ബന്ധപ്പെട്ട പ്രശ്നം, അതുപോലെ തന്നെ സിന്ധു നദീജലം പങ്കിടുന്ന പ്രശ്നം, വ്യാപാരം എന്നിവ ഉൾപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പരസ്പരം ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കണം. പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കുന്നതായിരിക്കും ഇരു രാജ്യങ്ങൾക്കും നല്ലത്. അങ്ങനെയല്ലാതെ എന്ത് നിലപാടെടുത്താലും ഞങ്ങളുടെ ആക്രമണം എന്ന് പറയുന്നത് മുമ്പത്തേക്കാൾ ശക്തമായിരിക്കും എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 4 ദിവസങ്ങളിലായി നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി എന്നൊരു നരേറ്റീവാണ് ഈ ഷഹബാസ് ഷെരീഫും അല്ലെങ്കിൽ പാക് ഭരണകൂടവും സൃഷ്ടിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു നിലപാടിന് ശക്തമായ മറുപടി ഇന്ത്യ നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് പാകിസ്ഥാൻ നടത്തുന്നത് നിഴൽ യുദ്ധമല്ല, ഭീകര പ്രവർത്തനം തന്നെയാണ്. ഈ ഭീകരവാദികളെ സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങളെ ആക്രമിക്കുന്ന നിലപാടാണ്. ഇതിന് ശക്തമായ തിരിച്ചടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതായത് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാലേ പാകിസ്ഥാനും ഇന്ത്യയും 2 രാജ്യങ്ങളായി മാറിയ ആ രാത്രിയിൽ തന്നെ ഭീകരവാദ ആക്രമണം കാശ്മീരിൽ നടത്തിയവരാണ് പാകിസ്ഥാൻകാർ. അവർക്ക് അതേ നാണയത്തിൽ ഞങ്ങൾ തിരിച്ചടി കൊടുക്കും. ഇപ്പോൾ ഷഹബാസ് ഷെരീഫിൻ്റെ വാക്കുകളിൽ നിന്ന് വേണമെങ്കിൽ ഞങ്ങൾ യുദ്ധത്തിലേക്കും വരും എന്നുള്ള ഒരു പ്രകോപനം വന്നതോടെ ഇന്ത്യയും നയം മാറ്റിയിട്ടുണ്ട്. അതായത് റഷ്യയിൽ സന്ദർശനം നടത്താനിരുന്ന അജിത് ഡോവൽ തൻ്റെ സന്ദർശനം മാറ്റിവെച്ചിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുന്നു. രാഷ്ട്രപതിയുമായിട്ട് ചില കൂടിക്കാഴ്ചകൾ നടത്തുന്നു. ഒപ്പം ഇന്ത്യയുടെ അതിർത്തി ജില്ലകൾ എന്ന് പറയാവുന്ന, അതായത് പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഗുജറാത്ത്, രാജസ്ഥാൻ, ജമ്മു കാശ്മീർ തുടങ്ങിയ മേഖലയിൽ, പഞ്ചാബ്, ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ വീണ്ടും ഒരു മോക്ക് ഡ്രില്ലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കര, വ്യോമ, നാവിക സേനകൾ വീണ്ടും ഒരു യുദ്ധത്തിന് സജ്ജമാകുന്ന തരത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുന്നു. ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ നടന്ന അതേ ദിവസം, അതിൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ പറഞ്ഞു, രാജ്യത്തെ 244 ജില്ലകളിൽ നമ്മൾ മോക്ക് ഡ്രിൽ നടത്തും. ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായാൽ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ എങ്ങനെ ജനങ്ങൾക്ക് രക്ഷപ്പെടാം, എങ്ങനെ സൈറൺ മുഴങ്ങുമ്പോൾ ജനങ്ങൾ അപകടരഹിതമായി ഓടി മാറാം എന്നതിനെക്കുറിച്ചൊക്കെ ക്ലാസ് നൽകുന്ന സിവിൽ ഡിഫൻസിൻ്റെ ഒരു ശക്തി ബോധ്യപ്പെടുത്താനാണ് ഇത് ചെയ്തത്. അതിലേക്ക് പാകിസ്ഥാൻ ഉൾപ്പെടെ ലോക രാജ്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയത്. അതിന് സമാനമായിട്ട് ഷഹബാസ് ഷെരീഫിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനം ഉണ്ടായപ്പോൾ നമ്മൾ വീണ്ടും പറയുന്നു, ഒരു മോക്ക് ഡ്രില്ലിന് തയ്യാറെടുക്കുകയാണ്. ഈ മോക്ക് ഡ്രില്ല് എപ്പോൾ വേണമെങ്കിലും മറ്റൊരു തലത്തിലേക്ക് മാറുമോ എന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നുണ്ട്. കാരണം ഭീകര ആക്രമണത്തിനെതിരെ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഒരു സഡനായിട്ടുള്ള അറ്റാക്ക് ഉണ്ടായാൽ അതിനെ എങ്ങനെ തടഞ്ഞു നിർത്താം, അവിടുത്തെ പൊതുജനങ്ങൾക്ക് അവബോധം നൽകുക, ഈ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇപ്പോൾ പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ജമ്മു കാശ്മീർ സംസ്ഥാനങ്ങളിലെ ഏതാണ്ട് 22ഓളം ജില്ലകളിൽ ഇത് നടത്തുന്നത്. പ്രത്യേകിച്ച് രാജസ്ഥാനിലെ 4 ജില്ലകൾ, അതായത് ജയ്സാമീർ, ബാർമർ, ശ്രീഗംഗാനഗർ, ബിക്കാനീർ, ഈ 4 ജില്ലകളിലേക്കാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ തുടർച്ചയായി ആക്രമണം നടത്താൻ ശ്രമിക്കുകയും നമ്മൾ തടയുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് ഇവിടെ കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കി
ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഓപ്പറേഷൻ ഷീൽഡ് എന്ന് പറയുന്ന രീതിയിൽ ഒരു മോക്ക് ഡ്രില്ലിന് നമ്മൾ തയ്യാറെടുക്കുന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഒന്ന് പേടിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നമ്മൾ ഓപ്പറേഷൻ അഭ്യാസ് എന്ന പേരിൽ 244 കേന്ദ്രങ്ങളിൽ ഈ മോക്ക് ഡ്രിൽ നടത്തിയ അന്ന് രാത്രിയിലാണ് പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി കിട്ടിയത്. ഇപ്പോൾ അഫ്ഗാനും കൂടെ ഇന്ത്യയുടെ കൂടെ ചേർന്ന് നിൽക്കുന്നത് പാകിസ്ഥാനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം എല്ലാ കാലത്തും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ അഫ്ഗാൻ സഹായമായി നിന്നു. പക്ഷേ താലിബാൻ ഭരണകൂടം ഇപ്പോൾ ഇന്ത്യയുമായി കൈകോർക്കുന്നു. മാത്രമല്ല ഇറാനിലെ ചാബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നമുക്ക് താലിബാൻ്റെ സഹായവും വേണം. താലിബാന് ആഹാരവും വെള്ളവും മരുന്നുമൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് നമ്മളുമാണ്. അപ്പോൾ ചാബഹാർ തുറമുഖത്തിൽ നിന്ന് പാകിസ്ഥാനെ ഒഴിവാക്കി കരമാർഗം ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് റഷ്യയിലേക്കൊക്കെ നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ ഈ തുറമുഖം ഉപകാരപ്പെടും. ഇവിടെ നമുക്ക് ഈ അഫ്ഗാൻ്റെ സഹായവും വേണം. ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ പാകിസ്ഥാൻ മറ്റൊരു യുദ്ധത്തിന് ആക്രമണത്തിന് ഒരുങ്ങുകയാണോ എന്ന് സംശയം. അമേരിക്കൻ ഇൻ്റലിജൻസ് പുറത്തുവിട്ട ഒരു വിവരമനുസരിച്ച് ഇനിയൊരു യുദ്ധത്തിന് പാകിസ്ഥാൻ്റെ സാമ്പത്തിക ശേഷിയില്ല, സൈനിക ശേഷിയില്ല. അതുകൊണ്ട് തന്നെ അവർ ആണവായുധങ്ങൾ ഇന്ത്യക്കെതിരെ എടുത്ത് പ്രയോഗിച്ചേക്കാം. അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ അത് ചെയ്യാം. കാരണം പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് തകർന്ന് തരിപ്പണമായി ലോകത്തിന് മുന്നിൽ അപമാനിതരായി നിൽക്കുന്ന ഒരു രാജ്യം. ഈ രാജ്യം വീണ്ടും ഇന്ത്യയെ പ്രകോപിപ്പിച്ചാൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കും. അവസാനത്തെ കൈ എന്ന നിലയിൽ അവർ ആണവായുധം പ്രയോഗിക്കാമെന്നും ചൈനയുമായി ചേർന്ന് അവരുടെ ആണവശേഷി വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ പാകിസ്ഥാൻ്റെ കയ്യിൽ ഏതാണ്ട് 170 ആണവ പോർമുനയുണ്ട്. ചൈനയുടെ കയ്യിൽ ഏതാണ്ട് 600 ആണവ പോർമുനയുണ്ട്. ഇതാണ് പുറത്തു വരുന്ന കണക്ക്. യഥാർത്ഥ കണക്കൊന്നും ആകണമെന്നില്ല. ഈ കണക്കിൽ 600 എന്നുള്ളത് ചൈന 1000 ആണവ ആയുധങ്ങൾ നിർമ്മിക്കാനായിട്ട് പോകുന്നു. 2030 ആ ലക്ഷ്യം പൂർത്തീകരിക്കും. അതുകൊണ്ടാണ് ഇസ്ലാമാബാദ് ഇപ്പോൾ ചൈനയുമായി കൈകോർത്ത് ഇത്തരത്തിലുള്ള ആണവ വിപുലീകരണം നടത്താനായിട്ട് ശ്രമിക്കുന്നത്. അമേരിക്ക പറയുന്നത് റഷ്യയും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ സമ്മർദ്ദം ചെലുത്തി വേണമെങ്കിൽ ഇവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാം. കാരണം മുമ്പ് ഉക്രൈനെയും സൗത്ത് ആഫ്രിക്കയും ഒക്കെ ആണവ നിരായുധീകരണം നടത്തിയതാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വികസനത്തിന് എക്കാലവും തടസ്സം നിൽക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ മോദി ഫാസിസ്റ്റാണ്, നരേന്ദ്രമോദി തീവ്ര നിലപാടുകൾ പുലർത്തുന്നു, ഹിന്ദുത്വ തീവ്രവാദമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ നരേറ്റീവ് സൃഷ്ടിക്കുന്നതെങ്കിൽ അത് തികച്ചും തെറ്റാണ് എന്നുള്ളതാണ് വാസ്തവം. കാരണം 1947-48 ആദ്യമായിട്ട് പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ച സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന മതേതര പാർട്ടിയാണ്. ലോകമെങ്ങും അറിയപ്പെടുന്ന മതേതരനായ നേതാവ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രധാനമന്ത്രി. 1965 വീണ്ടും ആക്രമിക്കുന്നു ഇന്ത്യയെ പാകിസ്ഥാൻ. അന്നും ഈ മതേതര പാർട്ടിയായ കോൺഗ്രസ് ഭരിക്കുന്നു, ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയാകുന്നു. 1971 വീണ്ടും പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കുന്നു. അന്ന് നെഹ്റുവിന് പകരം മകളായി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി. പക്ഷേ ഭരിക്കുന്നത് മതേതരത്വം വിളമ്പുന്ന കോൺഗ്രസ് പാർട്ടി. എന്നിട്ടും നമ്മളെ ആക്രമിച്ചില്ലേ? അപ്പോൾ 1999 പിന്നീട് അടുത്ത ആക്രമണം നടന്നത്. അന്ന് കോൺഗ്രസ് ഇതര പാർട്ടിയായ BJP ഭരിക്കുന്നു. വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ് ഈ ആക്രമണം ഉണ്ടായത്. 2025 വീണ്ടും ഈ പഹൽഗാമുമായി ബന്ധപ്പെട്ട ആക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ തുടർച്ചയായി ഇന്ത്യയെ പാകിസ്ഥാൻ ആക്രമിക്കുന്നു എന്നതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഇവിടുത്തെ പാർട്ടിയോ അല്ലെങ്കിൽ മോദി ഉൾപ്പെടെയുള്ള നേതാക്കളോ ഒന്നും അല്ല അവരുടെ വിഷയം. ഇന്ത്യയാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നശിപ്പിക്കണം. പാകിസ്ഥാന് ലോകത്തെ സമ്പദ് വ്യവസ്ഥയിൽ മുന്നിൽ പോകണ്ട, ലോകത്തെ മികച്ച വികസന രാജ്യമാകണ്ട, ലോകത്തെ ഏറ്റവും സമ്പദ് വ്യവസ്ഥയും അതുപോലെ സൈനിക ശക്തിയുമൊക്കെ ഉള്ള രാജ്യമാകണ്ട. അവർക്ക് ഇന്ത്യയെ തകർത്താൽ മതി. അപ്പോൾ ഇന്ത്യയെ തീർക്കാൻ വേണ്ടി ജിഹാദികളായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരുപാട് ആളുകൾ താമസിക്കുന്ന സ്ഥലം കൂടിയാണ് പാകിസ്ഥാൻ. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അവിടുത്തെ ആർമിയിലെ ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം ഇന്ത്യയെ നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ വികസനത്തെ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അസീം മുനീർ എന്ന് പറയുന്ന സൈന്യാധിപൻ പറഞ്ഞത് ഇന്ത്യയിലെ മതനിലപാടുകളുമായും സംസ്കാരവുമായും യോജിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ പാകിസ്ഥാൻ സൃഷ്ടിച്ചത്. ഇത് തന്നെയാണ് പാകിസ്ഥാൻ്റെ അടിസ്ഥാന പ്രശ്നം. അതായത് ഇപ്പോഴുള്ള കാശ്മീർ പ്രശ്നം പരിഹരിച്ചാൽ പോലും മതത്തിൻ്റെ പേരിൽ, ചരിത്രത്തിൻ്റെ പേരിൽ, മറ്റെന്തിൻ്റെയെങ്കിലും പേരിൽ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചുകൊണ്ടിരിക്കും. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഭൂമുഖത്ത് അപ്രത്യക്ഷമായി എന്ന് വെച്ചു, അതുപോലും അവർക്ക് പ്രശ്നമല്ല. ഇന്ത്യയെ തീർക്കണം. അതിനുവേണ്ടി ആണവായുധം ഉപയോഗിച്ചാൽ ലോകത്തിന് എന്ത് സംഭവിക്കുമെന്ന് പോലും നമുക്ക് കരുതാൻ പറ്റില്ല. കാരണം ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവായുധം ഉപയോഗിച്ചതിന് ശേഷം ഇന്ന് വരെ ലോകത്തൊരു രാജ്യവും ഇത് പ്രയോഗിച്ചിട്ടില്ല. അത്തരമൊരു നീക്കം ഇവർ നടത്തിയാൽ പാകിസ്ഥാന് നഷ്ടപ്പെടാനൊന്നുമില്ല. കാരണം ഇപ്പം തന്നെ ഏതാണ്ട് 2.5 ലക്ഷം കോടിയുടെ പ്രതിരോധ ബജറ്റാണ് പാകിസ്ഥാൻ നീക്കി വച്ചിരിക്കുന്നത്. ഇതിലേറിയ പങ്കും അവിടുത്തെ രാഷ്ട്രീയക്കാരും പട്ടാള മേധാവികളും
മേധാവിമാരും അടിച്ചു മാറ്റുകയും വിദേശത്ത് നിക്ഷേപിക്കുകയും ചെയ്യും. അപ്പോൾ യുദ്ധമുണ്ടായാൽ ഇവർ പതുക്കെ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടും. പകരം മൂന്നാംകിട നാലാംകിട നേതാക്കളെ ഇവിടെ നിർത്തുകയും ആർമിയുടെ ഒരു മൂന്നാമത്തെ റോയിലുള്ള മേജർക്ക് അല്ലെങ്കിൽ പട്ടാള മേധാവിക്ക് ചുമതല നൽകുകയും ചെയ്യും. എന്നിട്ട് പറയും നിങ്ങൾ ആണവായുധങ്ങൾ പ്രയോഗിച്ചോളാൻ പറയും. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ അടിസ്ഥാന പ്രശ്നം. അവരുടെ തീവ്രവാദം ഭീകരവാദം ഇതൊരിക്കലും നശിക്കില്ല. കാരണം ആ രാജ്യം ഉണ്ടായത് തന്നെ ഈ ഭീകരവാദത്തിൽ നിന്ന്, മത തീവ്രവാദത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഇന്ത്യയെ നശിപ്പിക്കാനായിട്ട് ലക്ഷ്യമിടുന്നു. ഇത് കൃത്യമായി മനസ്സിലാക്കിയുകൊണ്ടാണ് ഷഹബാസ് ഷെരീഫ് സ്വരം മാറ്റി സംസാരിച്ചപ്പോൾ തന്നെ നമ്മളും നിലപാട് മാറ്റി. എന്തിന്? നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവ് വിദേശത്തേക്കുള്ള യാത്ര റദ്ദാക്കുന്നു, ആഭ്യന്തരമന്ത്രി രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു, 4 സംസ്ഥാനങ്ങളിൽ നമ്മൾ മോക്ക് ഡ്രിൽ നടത്തുന്നു. മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞാൽ കര, വ്യോമ, നാവികസേന തങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തും. യുദ്ധവിമാനങ്ങൾ അതിർത്തിയിൽ പറന്നുയരും. നമ്മുടെ യുദ്ധക്കപ്പലുകളെല്ലാം സജ്ജമായി നിൽക്കും. കരസേന ടാങ്കുകൾ ഉൾപ്പെടെ എന്തിനും തയ്യാറായി നിൽക്കും. എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു തുടർച്ച ഉണ്ടാകുകയാണോ എന്ന് പാകിസ്ഥാൻ ഭയപ്പെട്ടാൽ അതിന് മറുപടി പറയേണ്ടത് സമയവും കാലവും ഒക്കെ ആയിരിക്കും. നമ്മുടെ ഭരണകൂടം യഥാർത്ഥ സമയത്ത് യഥാർത്ഥ തീരുമാനമെടുക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.